വളരെയധികം ദുഃഖത്തോടു കൂടിയായിരുന്നു അന്ന് ആ വാർത്ത കേട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കാനത്ത് ജമീലയെ അപ്പോളോ ആസ്പത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നത്. അപ്പോൾ അന്ന് തന്നെ അവിടെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ അത്ഭുതത്തോടു കൂടിയാണ് സാർ അത് ശ്രമിച്ചത്. കാരണം ജമീല എന്ന് പറയുന്ന സഹോദരി വളരെ സുസ്മേരവതിയായിട്ട് നമ്മളോടൊപ്പം തന്നെ പെരുമാറുകയും വളരെ ഊർജ്ജസ്വലരായിട്ട് ഒരാരോഗ്യക്കുറവും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എന്തായി എന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അവസാനം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം എല്ലാറ്റിലും ഉപരി അവരുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ SFIയുടെ പ്രവർത്തകയായി, സ്ഥാനാർത്ഥിയായി, പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയുടെ സമഗ്ര വികസനം എല്ലാ മേഖലകളിലും കാർഷിക ഫാമുകളൊക്കെ തന്നെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് വരുമ്പോഴൊക്കെ തന്നെ അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചത് അവരുടെ ആ പെരുമാറ്റവും കാര്യങ്ങളുമാണ്. അങ്ങനെ എല്ലാ നിലയിലും ഊർജ്ജസ്വലയായിട്ട് ഇടപെട്ടുകൊണ്ട് പോവുകയും അവസാനം നമ്മെ വിട്ടുപിരിക്കുകയും ചെയ്തപ്പോൾ അവസാനം ആ ശവശരീരത്തിൽ ശേഷം അർപ്പിക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അവരെ മുഖം കണ്ടത്. അതേ മുഖം തന്നെ, ഒരു മാറ്റവുമില്ലാതെ കണ്ടത്. പക്ഷേ ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേർന്നു.